കുട്ടി വിട്ടോ അതോട്ടോ. വീണ്ടും രാത്രിയിൽ ആനയോ? ആനേ! വേനൽക്കാലം വന്നു പോയതോടെ കാലവർഷവും വന്നു തുടങ്ങി. വീട്ടിനടുത്തെ മാവുകളും പ്ലാവുകളും എല്ലാം കായ്ക്കാനും തുടങ്ങി. കാട്ടിലെ ആനകൾ ചക്കയും മാങ്ങയും തിരക്കി വീട്ടിൻ്റെ മുറ്റം വരെ എത്തിത്തുടങ്ങി. ഈ കാണുന്ന കാഴ്ച ടോർച്ചും കൊണ്ട് ഉത്സവപ്പറമ്പിലേക്കൊന്നും പോകുന്നതല്ല, ആനയെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കാട്ടിലേക്ക് ഓട്ടിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ വീഡിയോ 2 ദിവസം മുൻപാണ് ഞാൻ എടുത്തത്. എപ്പോഴും നമ്മൾ കാണിക്കുന്നത് പകൽ ആന നിൽക്കുന്നതാണ്. എങ്കിൽ നിന്ന് രാത്രി ആനയുടെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ചെറിയ ഓലപ്പടക്കം കൊണ്ട് നമ്മൾ ആനയെ പേടിപ്പിച്ച് കാട്ടിലേക്ക് കയറ്റാൻ ഇന്നാണ് ശ്രമിക്കുന്നത്. പടക്കറ്റായിരിക്കും. ഓലപ്പടക്കൊക്കെ വാരി, പക്ഷേ കത്തിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. നോക്കണം നോക്കണോടെ. അപ്പോഴേ ഈ പോകുന്ന കൂട്ടുകാരൻ്റെ തീപ്പട്ടി ഉണ്ട് കേട്ടോ. നോക്കി പോകണ്ട, ആന അവിടെ പോട്ട. ആന കുട്ടിയും മക്കളുമായിട്ട് 4-5 ഉണ്ട്. എവിടെയൊക്കെ നിൽക്കണമെന്ന് ഒന്നും അറിയാൻ വയ്യ. 2 3 വെടി വയ്ക്കാൻ പോയതിൻ്റെ അനക്കം പോലില്ല. കമ്മുവാ കമ്മുവാ ഈ നിൽക്കട്ടെ കൂട്ടാ, ഈ നിൽക്കട്ടെ കൂട്ടാ. വേണ്ട പറഞ്ഞ ഈ വേണ്ട, ഈ വേണ്ട വേണ്ട പറഞ്ഞു. അവിടെ 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 ചേച്ചാടാ വേണ്ട. ചക്ക തിന്നാൻ വന്ന കള്ളന്മാരെ കണ്ടു വേണ്ട. ഇതാണ്ട് എനിക്ക് വേണ്ട. ഇതാ പോണോ കുട്ടി വിട്ടോ അതോട്ടോ. പടക്കം വാങ്ങിച്ച് കത്തിക്കാൻ പോയാൻ ഇവിടെ പോയുണ്ട്. ആ 2 കുട്ടിയുണ്ട്. അങ്ങനെ ആന പോയി തീർന്നു. ഒരെണ്ണം പൊട്ടി. എടാ ഇഞ്ഞോന്നറാ, അതാണ്ട ചക്ക വെച്ചു കേട്ടാ. ദാ ചക്ക എത്തിരാ, ദാണ്ട് ചക്ക ദാണ്ട ചക്കരെ പറിച്ച് ദാണ്ട് ഇവിടെ നിന്ന് പ്ലാവിൽ ചക്ക എടുത്തിട്ടുണ്ട്, പക്ഷെ തിന്നില്ല, പറിച്ചിട്ടേക്കണേ ഉള്ളൂ. ഈ പിള്ളേർ ചക്കനെ പറിച്ച് തിന്നു കേട്ടോ. മണ്ടരി ചക്കയുണ്ട്. അല്ല ഇവിടെ തന്നെ പറിച്ചത്. മൂന്നാല് ചക്കയൊക്കെ പറിച്ചു, പക്ഷെ ചവിട്ടി പൊട്ടിച്ചിട്ടേക്കണ്, തിന്നില്ല കേട്ടോ. ഇതാണ്ടാണ് ഇവിടെ കിടക്കണണ്ട. അങ്ങ് അങ്ങ് അതിലൊക്കെ ആനയെ തുരത്താൻ വന്ന സംഘങ്ങളെ കാണിച്ചില്ല. ഇതുകൊണ്ട് ഇപ്പം കാണാം അവിടെ ടോർച്ച് കണ്ടോ കണ്ടോ. അതിലിറങ്ങി പോയിട്ടുണ്ട്, അതിലിറങ്ങി പോയിട്ടുണ്ട്. ഒരു സെറ്റ് ആനയെ ഓട്ടിച്ച് കാട്ടിലേക്ക് കയറ്റി പോകും. അത് വീണ്ടും അടുത്ത സ്ഥലത്ത്. ഇതാ നിൽക്കണണ്ട, ഇത് ഒറ്റയ്ക്ക് ഒരെണ്ണം. ഇതാണ്ട ഇത് കണ്ട, ഇത് ഉത്സവപ്പറമ്പൊന്നുമല്ല, നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയാണ് രാത്രികാല കാഴ്ചകൾ. ഉത്സവത്തിന് മാത്രമല്ല, കളർ ബൾബും കളർ ലൈറ്റും നോക്കിയാണ് നേരെ നേരാന്ന് ആനയ്ക്ക് വേണ്ടി മാത്രം. ഇങ്ങനെയാണ് ജീവിതം കാട്ടിനകത്തുള്ള. ഇത് ഒരെണ്ണം, ഇത് കിട്ടില്ല ആന കേട്ടോ. നല്ല വെട്ടമുള്ള അവിടെ തന്നെയാണ്. പറ വന്നു തിരിഞ്ഞു ഒന്ന്. നേരത്തെ കണ്ട ടീമുകളിനെ പക്ഷേ ചക്ക അടത്തി, പക്ഷെ തിന്നാനുള്ള സമയം കൊടുത്തില്ല നമ്മൾ. അതിനു മുമ്പ് എല്ലാവരും കൂടെ വന്ന് കാട്ടിലേക്ക് ഓട്ടിച്ച്. ഇത്
എന്താ ഇവിടെ മിണ്ടാതെ അങ്ങനെ എന്തൊക്കെയോ പിറക്കി തിന്നെ എനിക്ക് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു വലിയൊരു ആന, ഒറ്റയ്ക്കുള്ളൊരു കൊമ്പൻ. ഈ ആന നിൽക്കുന്ന ഫ്രണ്ടിൽ താമസിക്കാൻ വേണ്ടി ഷീറ്റ് അടിച്ചൊരു ഷെഡ് നിൽപ്പുണ്ട്. ഇതാ കാണുന്നുണ്ടോ? പക്ഷെ ഇവിടെ ആൾ താമസമില്ല. മണ്ണാണ് തിന്നുന്നത്. അതുകൊണ്ടാ തോണ്ടിക്കണ്ട അന്ന് തോണ്ടറാണ്. ആ ചക്ക അവിടെ ചക്ക ഒന്നും ഇല്ല. ചക്കയുടെ കള്ളി കണ്ട മണ്ണാണ് വാരി തിന്നാ. കണ്ട തോണ്ടി കണ്ണടച്ചാണ് ഇരിക്കുന്നത്. മണ്ണ് തിന്നാണ്. ആനയ്ക്ക് മണ്ണാണ് കിട്ടി. എവിടെ? അപ്പോഴേ പണ്ടാരോ പറഞ്ഞൊരു പഴഞ്ചൊല്ല് പോലെ പുറമേ നിന്ന് നോക്കിയാൽ കാട് കാണാൻ കൗതുക കാഴ്ച തന്നെയാണ്. പക്ഷേ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഓരോ വ്യക്തിക്കും കടലിലെ കപ്പിത്താൻ്റെ അവസ്ഥയിലേക്കാണ് കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ, അടുത്ത വീഡിയോ കാണാം.